എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ പറഞ്ഞ നമുക്ക് അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാരും അമ്മേനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് പോവാന്ന് വിടാ. അമ്മ അങ്ങനെ റെഡിയായി 15 ദിവസം പോയിട്ട് വാ, അടിപൊളിയായിട്ട് പോയിട്ട് വാ. ഇല്ല, നമ്മളിവിടെ അടിച്ചു പൊളിക്കും, ചില്ല് ചെയ്യും. അമ്മ വരുമ്പോഴേക്ക് നമ്മള് ട്രെയിനെല്ലാം പോകുന്നുണ്ട്. അപ്പൊ അമ്മമ്മയുടെ അടിച്ചു പൊളിച്ചിട്ട് വാന്ന് പറയിച്ചോട്ടി. ഞാൻ നിച്ചോട് പറഞ്ഞ അമ്മമ്മനെ ട്രെയിൻ കയറ്റാൻ പോവാ. അതിന് ഞാൻ വിടുന്നൊന്നുമില്ല, ഞാൻ കൂട്ടിലിട്ട് പൂട്ടി ടൈറ്റ് ആക്കി പൂട്ടിയിടും. പൂട്ടിയിടും അമ്മേനിപ്പോ വണ്ടിയിലെ പോകില് പൂട്ടിയിടും. എത്രയായി? 4:45 ആവാനായി സമയം. 5 മണിക്കുള്ളില് നമ്മൾ ഇറങ്ങും. 6:42 പറയുന്നത്. 6:45 വണ്ടി. അപ്പോഴേക്ക് സ്റ്റേഷനിൽ എത്തിയാൽ മതി. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങാം. അഗിയേട്ടൻ വരണം, ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ. എല്ലാരും ഇങ്ങനെ റെഡി ആയിട്ട് അഗിയേട്ടനെ കാത്തുക്കുന്നു. ഇപ്പൊ ഒരു പാൻറ്റെല്ലാം പൊക്കി പിടിച്ച് വരും. അച്ഛനെടുത്തു അച്ഛൻ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇന്നാണ് ആ ദിവസം അല്ലമ്മേ, അമ്മ പോകുന്ന ദിവസം ഇന്നാണ്. അപ്പൊ അന്നേ വീഡിയോയിൽ പറഞ്ഞു എങ്ങോട്ടാ പോന്നമ്മേ പറഞ്ഞോ, സർപ്രൈസ് വിളിക്കലായി. അമ്മ ബോംബെയിലേക്ക് പോവാന്ന് കേട്ടാ. അപ്പൊ ബോംബെയിലേക്കാണ് പോകുന്നത്. ഡീറ്റെയിൽസ് പറഞ്ഞോ അമ്മ, എന്നാന്ന് ബോംബെയിൽ എന്തിനാ പോകുന്നത്? ബോംബെ നമുക്ക് വല്യമ്മേരെ മോനുണ്ടല്ലേ, അമ്മേന്റെ ഏച്ചി ഉണ്ടല്ലോ, വല്യമ്മ നിങ്ങള് വീഡിയോ കണ്ടിച്ചില്ലേ. അപ്പൊ വല്യമ്മേന്റെ മോനുണ്ട് രാകേഷ് ചേട്ടൻ, അവര് ബോംബെയിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ വൈഫും ഫാമിലി എല്ലാം അടി ഉണ്ട്. അപ്പൊ അവരടുത്തേക്കാണ് പോകുന്നത്. അമ്മക്കാന്നൊന്ന് അങ്ങനെ പറയേ. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങട്ടെ. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വാട്ടാ. ഇതാർക്കാ നീച്ചു? ഇതാർക്കാ? ഒന്ന് വെളിച്ചെണ്ണ കൊടുക്കട്ടോ. വെള്ളിക്കാന്ന് പറഞ്ഞത്. അതെ, വെള്ളിക്ക് തന്നെയാ പറഞ്ഞേ. അതെ, എല്ലാം ഉണ്ടല്ലോ തക്കുടു. ഏതാ എടുക്കണ്ടേ? ഏത് വേണമെങ്കിലും എടുക്കാം, അതെല്ലാം വാങ്ങി. ഒന്നെ ആകുമ്പോ സുഖമില്ലല്ലോ. തക്കുടു ഒന്ന് തിന്നോണ്ട് തരുന്നു. എനക്ക് പോണ്ട, ഒരു പോണ്ട, ഒരു പോണ്ട. ഇന്ന് ശനിയാഴ്ച ആയോണ്ടാ അതെ. അല്ല, ഇപ്പൊ വൈകുന്നേരം പപ്സ് ഉണ്ടാവലുണ്ട്. വൈകുന്നേരം ആക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ ഒരു ചായ കുടിയും കൂടി ഉണ്ടല്ലോ, ഒരു 11:30-12 മണിയാകുമ്പോൾ. അപ്പോൾ ആ സമയത്തുള്ള കോലാഹലങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവരും കൂടെ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിച്ചുട്ടിക്ക് സ്പെഷ്യലായിട്ട് ഒരു കിൻഡർ ജോയും കൊണ്ടുവന്നിട്ടുണ്ടായിന്. നമ്മളെ ലൈഫിൽ ഇതൊക്കെയല്ലേ അല്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല മെമ്മറബിൾ ആയിട്ട് നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള കുറേ നേരങ്ങൾ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുക, വർത്താനം പറയുക, ചിരിക്കുക, കളിക്കുക, കുറച്ച് കോമഡിയൊക്കെ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. അതൊക്കെ നമ്മളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എപ്പോഴും ഉള്ളതാണ് കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ എറണാകുളത്തായതുകൊണ്ട് നമുക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ആ ഒരുമിച്ചുള്ള സമയം എന്ന് പറയുന്നത്. അത്രയും കാലം ഒരുമിച്ചുണ്ടായിട്ട് പെട്ടെന്ന് അങ്ങനെ മാറി. അങ്ങനെ ആകുമ്പം ഒരു ഭയങ്കര ഒന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിന്. പക്ഷേ ഇപ്പം വലിയ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് അത് ഒരു നമ്മളെയും ഒരു റൊട്ടീൻ്റെ ഭാഗമായി മാറിയില്ലേ. പക്ഷെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. മോൾക്ക് നിച്ചോട്ടിക്ക് പ്രത്യേകിച്ച് എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്നതാണ് നിച്ചുവിന് ഭയങ്കര ഇഷ്ടം. അപ്പം പോകുമ്പം തന്നെ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങും. പിന്നെ മോള് ആ ഒരു ട്രാക്കിലേക്ക് വരും. അപ്പോൾ വീണ്ടും അവർ വരും. അപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ആയി. പക്ഷെ മോളിപ്പം കുറച്ച് വലുതായതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പണ്ടെല്ലാം അത് മോൾക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കഷ്ടം. ഇന്നലെ വെള്ളിയല്ലേ കൊണ്ടു തന്നെ നിച്ചുവിന്. അങ്ങ് പോയിട്ട് വരുമ്പോ, എറണാകുളത്തുനിന്ന് വരുമ്പോ എന്തൊരു കഷ്ണല്ലേ ചോദിക്കുന്നുള്ളൂ. ഒരു കഷ്ണം കൊടുക്കാം. എന്റെ മോക്ക് കൊതി കൊടുക്കാം. അമ്മ കുറച്ച് കൊടുക്കാം. അമ്മ കുറച്ച് കൊടുക്കാം. ഒന്ന് അച്ചക്ക് വേണമെന്ന് പറഞ്ഞല്ലേ. അത് നീയല്ലേ പറഞ്ഞേ. ഒന്ന് അനക്കും ഒന്ന് വെളിച്ചനോട് ചോദിച്ചോക്ക്, നീച്ച് ചോദിച്ചോക്ക്. ഇങ്ങനെ തന്നിനാ? വെളിച്ചനോട് ചോദിക്ക്. ആയിരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. തന്നിനാ? നീ തന്നിനാ? അത്
അപ്പോൾ അവിടെ നിച്ചൂട്ടി തക്കുടും തമ്മിലുള്ള അടിയാണ് നടക്കുന്നത് കേട്ടോ. ഒരു കിൻഡർ ജോയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ്. അപ്പോൾ ഈ കിൻഡർ ജോയിൻ്റെ ഉള്ളിലുള്ള കളിപ്പാട്ടം കാണാനായിരിക്കും എല്ലാവർക്കും നല്ല ക്യൂരിയോസിറ്റി. അപ്പോൾ 2 കിൻഡർ ജോയ് മേടിച്ചപ്പോൾ ഈ മാനിൻ്റെ ഒരു കളിപ്പാട്ടും പിന്നെ ഇങ്ങനെ തിരിക്കുന്ന നമ്മുടെ നിലച്ചക്രമെല്ലാം പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഇന്ന് കിട്ടിയിട്ടുണ്ടായത്. തലേ ദിവസം കിട്ടിയപ്പോൾ ഒരു പായക്കപ്പലായിരുന്നു. അപ്പൊ അമ്മ പോന്ന് പറയുമ്പോ അച്ഛൻ പോകുന്നില്ലേന്ന് എല്ലാരും ചിന്തിക്കുന്നുണ്ടാവോ? അപ്പൊ ആരെല്ലാം പോന്നമ്മേ? ഞാനും എന്റെ ചേച്ചി അമ്മയും വല്യമ്മയും കൂടിയാണ് പോകുന്നത്. അച്ഛൻ ഇപ്പൊ പോകുന്നില്ല. അച്ഛന് പിന്നെ പൊതുവേ അങ്ങനെ ലോങ് യാത്രയൊന്നും വലിയ താല്പര്യം ഇല്ലതല്ല. അത് നല്ല ദൂരം ട്രിപ്പ് പോകുക അതൊന്നും അച്ഛന് വലിയ താല്പര്യമില്ല. ഇത് പിന്നെ ഒരു 24 മണിക്കൂർ നമ്മൾ ട്രെയിനിൽ ഇരിക്കണല്ലോ. അപ്പൊ അച്ഛൻ അതൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയും ഏച്ചി അനിയത്തിയും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ലേഡീസ് ഓൺലി ട്രിപ്പ്, ഇവരൊരു ലേഡീസ് ഓൺലി ട്രിപ്പ് പോവാന്ന് ബോംബെയിലേക്ക്. പിന്നെ അവിടെ എത്തിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അവരെ കൂട്ടത്തിലായി അവിടെ ഹരിതി വൈഫും എല്ലാം ഉണ്ട്. അപ്പൊ ഇവർ രണ്ടാളും കൂടിയാണ് പോകുന്നത്. ട്രെയിനെല്ലാം ബുക്ക് ചെയ്ത് AC കമ്പാർട്ട്മെന്റ് എല്ലാം ബുക്ക് ചെയ്ത്, അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളോ ഒന്നുമില്ല. ചേച്ചിക്ക് ശീലമാണല്ലോ. പിന്നെ വല്യമ്മ പണ്ട് ഡൽഹിയിൽ ആണ് ഉണ്ടായത്. പിന്നെ രാകേഷേട്ടന്റെ അടുത്ത് തന്നെ കുറെ വട്ടം പോയിട്ട് ശീലമുണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ വല്യമ്മക്ക് അത്യാവശ്യം ഹിന്ദിയും എല്ലാം അറിയാം. തോടാ മാലും. അതുകൊണ്ട് വല്യമ്മ നന്നായി സംസാരിക്കും. വലിയ പണ്ട് മിലിറ്ററിയിലായോണ്ട് അവര് ഡൽഹിയിലാണ് ഉണ്ടായ പണ്ട് കൊറേ കാലം. അമ്മക്കറിയാം, അമ്മക്കും തോടാ അറിയാം. അപ്പൊ ഇന്നാണ് ഇവര് വൈകുന്നേരം പോകുന്നത്. വൈകുന്നേരം 6:45 ആ ഒരു സമയത്താണ് ട്രെയിൻ. അപ്പൊ ആ സമയത്ത് നമുക്ക് പോണം. മരുന്ന് ബാക്കി അത്യാവശ്യമുള്ള ചാർജർ എല്ലാം എടുത്തു വെച്ചില്ലേ? ചാർജർ ഇല്ല, ചാർജർ എടുക്കണം. ബ്രഷ് പേസ്റ്റ് അതെല്ലാം അതിൽ വെച്ചാൽ മതി. ബാക്കി ഈ ഒറ്റൊരു ബാഗ് മാത്രമല്ലേ ഉള്ളൂ? അല്ലിൽ കൊണ്ടില്ലേ? തോർത്ത് അങ്ങനത്തെ സാധനം എല്ലാം എടുത്ത് വെച്ചില്ലേ? പിന്നെ അങ്ങനത്തെ മറന്നാലും പ്രശ്നമില്ല. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് തന്നെ അല്ലേ. പ്ലാസ്റ്റിക് സഞ്ചിയും ഒരു ന്യൂസ് പേപ്പറെല്ലാം വെറുതെ എടുത്ത് വെച്ചാൽ എന്തെങ്കിലും കൈ തുടക്കാനെല്ലാം ആവശ്യം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഇട്ട് വേസ്റ്റ് കളയാനോ അതിനെല്ലാം പറ്റും. നമ്മള് പണ്ട് ബോംബെ പോയിട്ടുണ്ടായിനെ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയും എല്ലാം ഏകദേശം ആ ഒരു സമയത്ത് ഞാനും ഏട്ടനും കൂടെ പോയിട്ടുണ്ടായിന്. അപ്പൊ കൊറോണ സമയം, അതൊരു കഥ, ഒരു ചരിത്രമാണ് അത്. ആ കൊറോണന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സമയമാണ്. അപ്പൊ നമ്മള് ഇവിടുന്ന് പോകുമ്പോ കൊറോണ മാർച്ച് 11 നമ്മൾ ഇവിടുന്ന് പോയത്. അപ്പൊ കൊറോണന്റെ സ്റ്റാർട്ടിങ് ആണ്. കേരളത്തിൽ 1-2 കേസസ് റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഒരു പേടി ഉണ്ടായിന് പോകുമ്പം. പിന്നെ വല്യമ്മക്ക് അങ്ങോട്ട് വരണം നമ്മളെ കൂടെ. അതൊക്കെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയതുകൊണ്ട് എന്തായാലും നമുക്ക് പോകണം, വല്യമ്മേനെ അങ്ങോട്ട് കൊണ്ടാക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയി. അടുത്ത ദിവസം ആകുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ കൊറോണ ബോംബെയില്. അയ്യോ ടെൻഷൻ അടിച്ച്. പിന്നെ നമ്മള് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ കറങ്ങെല്ലാം ചെയ്ത് 2-3 ദിവസം. പിന്നെ പെട്ടെന്ന് നമ്മള് ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചു. ഏട്ടന് ജോലിന്റെ ആവശ്യത്തിന് പെട്ടെന്ന് വരേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ എത്തി. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായേ. അപ്പൊ പെട്ടെന്ന് വരാൻ തീരുമാനിച്ച് ഇവിടെ എത്തി. തൊട്ടടുത്ത ദിവസം ട്രെയിൻ ക്യാൻസൽ ചെയ്തല്ലേ. ആ ദിവസം മുതല് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് വല്യമ്മ പിന്നെ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത്. മൊത്തം ലോക്ക്ഡൌൺ ആക്കി പൂട്ടിയിട്ട് ട്രെയിൻ ക്യാൻസൽ ചെയ്ത്. അന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ 5-6 മാസം അവിടെ ബോംബെയിൽ പെട്ടുപോകും. ആ ഒരു പേടിപ്പിക്കുന്ന ഓർമ്മയാണ് ഇപ്പൊ അത് ആലോചിക്കുമ്പോ. അവിടെ ലോക്ക്ഡൌണിൽ അതിന്റെ ഉള്ളിൽ കുടുങ്ങി പോകൂലേ. എന്തോ ഭാഗ്യത്തിന് നമ്മളെ നാട്ടിലെത്തി അന്നേരം. അതുകൊണ്ട് ഒരു സമാധാനം. അത് മറക്കൂല ആ കൊറോണ പേടി. പിന്നെ നമ്മൾ കറങ്ങാൻ പോയിനെങ്കിലും ഓരോ സ്ഥലത്ത് പോകുമ്പോ ഇതല്ലേ അമ്മ മനസ്സിൽ പേടി, കൊറോണ, അയ്യോ. ആ സ്റ്റാർട്ടിങ്ങിലാകുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഭീതിയായിരുന്നില്ലേ. ബോംബെയില് ഇങ്ങനെ ഓരോ ദിവസത്തെ ന്യൂസ് വരുമ്പോ ഇങ്ങനെ ഇരട്ടി ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലോണം പേടിച്ച് നമ്മൾ പോയ നമുക്കും പേടി, ഇവിടെ നാട്ടിലുള്ളവർക്കും പേടി, എല്ലാം കൊണ്ടും പേടിച്ചൊരു ട്രിപ്പ്. പക്ഷെ നമ്മൾ കണ്ടിന് എല്ലാം കാണേണ്ടതെല്ലാം. ഒരു ദിവസം ഫുള്ള് നമ്മൾ ടാക്സി ആക്കി എല്ലാവരും കൂടെ പോയിട്ട് എല്ലാം കണ്ടു. അന്നേരം ഞാൻ വ്ളോഗിങ് ഒന്നും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ചാനൽ ഉണ്ടാവുമല്ലോ കൊറോണേന്റെ പേടിയെല്ലാം. അപ്പോ പിന്നെ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടും നന്നായി. അപ്പൊ പെട്ടെന്ന് തിരിച്ചു വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്മ SLC എക്സാമിന്റെ തിരക്കിന് അങ്ങനെ എക്സാം നിർത്തിവെച്ച് ഫുൾ ലോക്ക്ഡൌൺ ആയി. ഒരു മാർച്ച് 18 നമ്മൾ തിരിച്ചു വന്ന് 17 തിരിച്ചു വന്ന് 18 മുതൽ ഫുൾ ട്രെയിൻ ക്യാൻസൽ ആക്കി ലോക്ക്ഡൌൺ. അപ്പൊ ഏകദേശം കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുഞ്ഞിക്കുട്ടീനെ പിക്നിക്കിന് കൊണ്ടുപോകൂല LP സ്കൂളിൽ നിന്നല്ല. അപ്പൊ മോളെ അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂല പറഞ്ഞു കൊടുക്കൂല. അതുപോലെ അമ്മയോട് ഓരോ കാര്യം പറയുന്നു. ട്രെയിനിന് ആരെ കണ്ടാലും നമുക്ക് പിന്നെ ആരെ കണ്ടാലും
ഭയങ്കര വിശ്വാസമാണ്, അവരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നുള്ള പോലെ അമ്മ ചിലപ്പോൾ പെരുമാറിനെ കളയും. ട്രെയിനിലെല്ലാം എങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ആരും വിശ്വസിക്കാൻ പാടില്ല അതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ്, അമ്മേൻ്റെ കാര്യം അറിയാലോ, നമുക്ക് വേറെ ഒരു ഫുഡും വേണ്ട, ആകെ ചോറും അങ്ങനത്തെ കറി, അമ്മേൻ്റെ ലോക്കൽ കറികളെല്ലാം ആണ് വേണ്ടത്. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടൂല. അപ്പൊ എന്നാലും കിട്ടുന്ന സാധനമെല്ലാം കഴിക്കണം, ഇല്ലെങ്കിൽ ക്ഷീണം പിടിക്കും പെട്ടെന്ന്. അതുകൊണ്ട് എന്നാന്നോ കിട്ടുന്ന അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക, കഴിക്കാണ്ടിരിക്കാനേ പാടില്ല, നമുക്ക് പെട്ടെന്ന് ടയേർഡ് ആവുമല്ലോ. ഇന്ന് രാത്രി ഉള്ള ഫുഡെല്ലാം വല്യമ്മ എടുക്കുന്നുണ്ട്, നാളെ രാവിലത്തേക്കും. പിന്നെ എന്നാ നാളെ ഉച്ചക്ക്, പിന്നെ രാത്രി പിന്നെ അവിടെ എത്തിയല്ലോ, കുഴപ്പമില്ല. നാളെ ഉച്ചക്ക് പിന്നെ എന്തായാലും റൈസ് കിട്ടും ട്രെയിനിന്ന്, പക്ഷെ അമ്മേന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. എന്നാലും കുറച്ച് റൈസ് എല്ലാം കിട്ടുന്നോണ്ട് അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മള് ബ്രെഡും പഴമെല്ലാം കയ്യിൽ വെക്കുന്ന അതെല്ലാം കൂടെ കഴിക്കും. എന്തായാലും കഴിക്കണം, ക്ഷീണം പിടിക്കും. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്ക് 24 മണിക്കൂർ ട്രെയിനിൽ ഇരിക്കുമ്പോ ഒരേ ഇരുത്താകുമ്പോ ക്ഷീണം പിടിക്കും എന്തായാലും. പിന്നെ പുറത്തിറങ്ങുമ്പോ എല്ലാം നല്ലോണം, എനിക്ക് വെയിലൊന്നും പ്രശ്നമല്ല, എനിക്ക് മഞ്ഞൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പാടില്ല. തുണിയെല്ലാം ഇടണം വെയിലത്ത്. കൊടയെല്ലാം കൊട ഉണ്ടാമേ, അത് അവിടുന്ന് എടുക്കാലോ, അവരെടുത്ത് ഉണ്ടാവുമല്ലോ, അവിടുന്ന് പുറത്തിറങ്ങുമ്പോ അങ്ങനെ എടുത്താൽ മതി. ഷോളെല്ലാം പൊത്തിയാൽ മതി. അല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മ ക്ലൈമറ്റ് ആടെ നല്ല ചേഞ്ച് ആയിരിക്കും നമ്മളെ നാട്ടിലെക്കാളും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യും, തലവേദന വരും. ഗുളിക വെച്ചിനാമേ, ടാബ്ലറ്റ് ഗുളിക തലവേദന അങ്ങനത്തെ. പിന്നെ പ്രശ്നമില്ല, ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് ആടെന്ന് മേടിക്കാലോ. നമ്മളൊരു ട്രിപ്പിന് വേറെ പുതിയ സ്ഥലത്തേക്ക് പോകുന്നതല്ലല്ലോ, വീട് ആടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ പോയിട്ട് മേടിക്കാം ബാക്കി. അതെ, നമ്മൾക്ക് ഒന്നും അറിയാത്ത സ്ഥലം ആരും അറിയോ ഇല്ല. ഇത് പിന്നെ നമ്മളെ ആൾക്കാരുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അവരെല്ലാം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ എടുക്കേണ്ട കാര്യം, ഷാൾ എടുക്കണം, ഭയങ്കര തണുപ്പായിരിക്കും, അങ്ങനെ അങ്ങനെയൊക്കെ. അത് കുഴപ്പമില്ല. അതെ അതെ. എത്ര ദിവസത്തേക്കാ പോന്നമ്മേ? 15 ദിവസത്തേക്കല്ലേ നമ്മളെ? 15 ദിവസം, 2 ആഴ്ച. മാർച്ച് 10 നമ്മൾ തിരിച്ചു, 11 ഇടിയെത്തും, 5 മണിക്ക് എത്തും. അപ്പൊ 2 ആഴ്ചത്തേക്ക് അമ്മയില്ലാത്ത വീട്. ഇത്രയും കാലം കാണാണ്ടിരിക്കുന്ന ആദ്യമായിട്ടാണ് വന്നതിന് ശേഷം. ആ ഒരു പരിങ്ങലുണ്ട് മനസ്സിനുണ്ട്. പക്ഷെ അതായത് ഇനിയിപ്പോ പോയില്ലെങ്കിൽ പിന്നെ അമ്മ അങ്ങോട്ട് പോകൂല, അല്ല മടിയായിരിക്കും. നമുക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോ പോയിട്ട് വരണം. അതുകൊണ്ട് ആ ചേട്ടനും വരുന്നില്ല എന്നോട്ട് കൂടി അമ്മ പോകാൻ തയ്യാറാണ്. ഇനി അങ്ങോട്ട് ഞാൻ അധികം പോകൂല, ലോങ് ട്രിപ്പ് അല്ലേ, അതുകൊണ്ട് ഇപ്പൊ കിട്ടിയ ചാൻസ് അങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രം. അപ്പൊ ഏതായാലും പോയിട്ട് വാ. ഹാപ്പി ജേർണി. എല്ലാവരും ഹാപ്പി ജേർണി. ഉടുപ്പ് കാണിക്കേ, പുതിയ ഉടുപ്പ് ആര് വാങ്ങിയതാ? വെല്ലിച്ചനല്ലേ? അപ്പൊ വെല്ലിച്ചനല്ല, ആ വെല്ലിനോട് അടി കൂടുമ്പോ വെല്ലിച്ചൻ, വെല്ലിച്ചനോട് അടി കൂടുമ്പോ വെല്ലി. ഒന്നും മറന്നിട്ടില്ലല്ലോ അമ്മ? എല്ലാം എടുത്തില്ലേ? ഒന്നും കൂടെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണേ. ഫോണുണ്ട്, ചാർജർ, അത്യാവശ്യം ഇല്ലല്ലോ ഇതിലിട്ടിട്ട്? എല്ലാം ഇതിലാണ് അത്യാവശ്യം ഉള്ളത്. ഇറങ്ങാം നമുക്ക്. നമ്മള് കൂക്കു സ്റ്റേഷനിലെത്തി. കൂക്കു കാണാൻ പോവാ? അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്യാന്ന്. വില്ലുമ്മയും അവർ ഫാമിലി എല്ലാവരും വരണത്ര കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ കുറച്ച് ബ്ലോക്കെല്ലാം ഉണ്ടായി, അതും കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ വേഗം ഇറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എത്തുകയും ചെയ്തു. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാന്ന്. ഏകദേശം നമ്മൾ എവിടെയാണെന്ന് വരുക, പ്ലാറ്റ്ഫോമിൽ ഏത് സ്ഥലത്താണെന്നെല്ലാം നോക്കിയിട്ട് അവിടെ തന്നെ പോയിട്ട് ഇരിക്കുവാന്ന്. എന്നാൽ പിന്നെ ആ ലാസ്റ്റ് സമയത്ത് ഹറിബറി ആവേണ്ട ആവശ്യമില്ലല്ലോ. അതിനിടയ്ക്ക് അഗിയേട്ടൻ നീച്ചൂട്ടീനെ എടുത്തിട്ട് അങ്ങ് ദൂരെ നടന്ന് എഞ്ചിൻ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോയേ. പിന്നെ തിരിച്ച് വരുന്നേ കാണുന്നില്ല. എൻ്റെ തക്കോട് പരതി പോയതാന്ന് എവിടെ എത്തി നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് അവരെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ഇത് എന്തെല്ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്നെല്ലാം വെളിച്ചെണ്ണ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അച്ചാറിൽ നിൽക്കുന്ന
നമ്മളതിൻ്റെ ഇടയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് എല്ലാം കഴിച്ചു. ഒരു മുട്ടേൻ്റെ ഒരു ഫില്ലിങ്ങിലുള്ളൊരു സ്നാക്സ് ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതെല്ലാം കഴിച്ച് പിന്നെ ചായ വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നിച്ചുട്ടിക്ക് അതൊന്നും വേണ്ട, അവിടെ പഴംപൊരിയും ബോണ്ടിയും എന്തെല്ലോ ഉണ്ടായിനെ. അതൊന്നും വേണ്ട, ഇതാ ഈ ഒരു സാധനം വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതാന്ന് വാങ്ങിച്ചത്. ഓക്ക് ഇങ്ങനത്തെ എരിവുള്ള ഇങ്ങനെ പൊട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇഷ്ടം. മധുരത്തിനേക്കാളും ഇങ്ങനത്തെ ഒരു ഫ്ലേവറാണ് ഇഷ്ടം. അതുകൊണ്ട് അതാ വാങ്ങിച്ചിട്ടുണ്ടായി. ആർക്കും കൊടുക്കുന്നില്ല കേട്ടോ, അത് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് തരുന്നുണ്ട്, വേറെ ആരെ ചോദിക്കുമ്പോൾ ഇല്ല തരില്ല, എനിക്ക് മുഴുവൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയെന്ന്. നമ്മളെത്തിച്ച് ഒരു അരമണിക്കൂറെല്ലാം കഴിയുമ്പോഴേക്ക് ഇതാ വല്യമ്മയും എത്തിയിട്ടുണ്ട്. വല്യമ്മേൻ്റെ മക്കളും ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ, പിള്ളേരും എല്ലാവരും കൂടിയാണ് അവർ വന്നിട്ടുണ്ടായേ. അങ്ങനെ സെറ്റായി. അപ്പോഴാണ് നമുക്ക് ആശ്വാസമായത്. അതിന് മുന്നേ അയ്യോ ട്രെയിൻ വരുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് മൊത്തത്തിൽ ഒരു ടെൻഷൻ്റെ ആളാണെന്നല്ല, അതുകൊണ്ട് എല്ലാം കൊണ്ടും ടെൻഷൻ തന്നെ. സെറ്റായാ? ലേഡീസ് ഓൺലി ട്രിപ്പാണ്. വിലുമേൻ്റെ ഇളയ മോനൊരു കുഞ്ഞുവാവി ഉണ്ട്. അപ്പോൾ റയാൻ എന്നാണ് പേര്. നമ്മളെ ഇപ്പം ഉള്ള ഈ അമ്മേൻ്റെ ഫാമിലിയിൽ ഏറ്റവും കുഞ്ഞ് ഈ റയാൻ ബേബിയാണ് കേട്ടോ. അപ്പോൾ അതിനെ കണ്ടിട്ട് നിച്ചൂട്ടി ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചിരിക്കുടിക്കുകയാണ്. ഇന്നിപ്പം വണ്ടിയിൽ വരുമ്പോൾ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ചിരി വരാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കും നമ്മളെ വാവ. അപ്പോൾ ഇങ്ങനെ ചിരി വരുന്നുണ്ട്. നമ്മളെ പരിചയം അങ്ങനെ ഉണ്ടാവില്ലല്ലോ, ഇടയ്ക്കെല്ലാം ഇപ്പോൾ 1-2 വട്ടം അടുപ്പിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഓർമ്മ ഉണ്ടാവുമായിരിക്കും ചിലപ്പം. നിച്ചൂട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ നിച്ചുവിന് ഭയങ്കരമാണ് ഇങ്ങനത്തെ കുഞ്ഞു വാവകളെ കാണുമ്പം ഇങ്ങനെ എടുക്കാൻ നോക്കും, ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയെല്ലാം ചെയ്യും. പക്ഷെ ഇവിടെ എല്ലാവരും കൂട്ടത്തിലാവുമ്പം ഒക്കെ ഒരു മടിയാണ് പിള്ളേരുമായിട്ടെല്ലാം ഒന്ന് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിസാമുദ്ദീൻ ബസ്സിലുള്ള മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രികൾ ഇത്രയും നേരം ഇങ്ങനെ ആക്റ്റീവായിട്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്നെങ്കിലും ട്രെയിൻ വരുന്ന സമയമാകുമ്പോൾ എന്തോ ഒരു ടെൻഷൻ വന്നു കേട്ടോ. അമ്മ പോകുന്നതെന്ന് ആലോചിച്ചപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 5-6 വർഷം ആവാറായില്ലേ. അപ്പോൾ ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം അമ്മേനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാണ്ടിരിക്കുന്നത്. ആ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട്. പക്ഷെ അങ്ങനെ പുറത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അമ്മക്കും കൂടെ ടെൻഷൻ ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ടായി. എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് ആ സീറ്റും പരതി നടക്കുകയെന്ന്. അങ്ങനെ അമ്മ കയറി, ഏട്ടനും രാജേട്ടനും കൂടെ കയറിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ബാഗെല്ലാം സെറ്റാക്കി വെച്ച് കൊടുത്ത് നമ്മൾ ടാറ്റയെല്ലാം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കർട്ടൻ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അപ്പുറത്ത്. അതുകൊണ്ട് നമുക്ക് അമ്മേനെ ശരിക്കും കാണുന്നില്ല. എന്നിട്ട് പാവം ആ കുട്ടി കർട്ടനെല്ലാം മാറ്റി തന്നു കേട്ടോ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുന്ന വേണ്ടിയിട്ട് കർട്ടനെല്ലാം മാറ്റി തന്നു. വല്യമ്മേൻ്റെ കുഞ്ഞുമക്കളാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുക. അവർക്ക് വല്യമ്മേനെ ഭയങ്കര കാര്യമാണ്, അമ്മമ്മേന. അതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അമ്മമ്മ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ ടാറ്റയെല്ലാം പറഞ്ഞു. നിച്ചുട്ടിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. നിച്ചുട്ടിക്ക് അമ്മമ്മ കൂക്കു കയറിയിട്ടുണ്ട്, ബാക്കിയൊന്നും നിച്ചുവിന് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ അങ്ങ് പോയി. നമ്മളെല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അവിടെ നിൽക്കുമെന്ന് വാവേനെ കളിപ്പിച്ചുകൊണ്ടെല്ലാം നിന്ന്. എൻ്റെ നിച്ചുവിന് ഞാൻ വാവേനെ എടുക്കുമ്പോൾ ചില സമയത്തെല്ലാം ഇങ്ങനെ ഒരു സങ്കടം വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടേ ഇല്ല. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിച്ചുവിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറേ നേരം വാവേനെല്ലാം എടുത്ത് കളിപ്പിച്ചിട്ട് നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ നല്ല കാറ്റിന് ഇങ്ങനെ ആടി ഒലയുന്നുണ്ടായിരുന്നു. എന്ത് രസമാണെന്ന് അറിയാൻ കാണാൻ. അപ്പോൾ ഇവർ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറി. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അമ്മ പോയി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടാട്ടോ വന്നേ. അപ്പോഴേക്കും നല്ല ബ്ലോക്ക് ആവുകൊണ്ട് കുറേ സമയം എടുത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റായി. 9:45 ആയി ഇവിടെ എത്താം. 10 മണീൻ്റെ അടുത്ത് തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് മുഷിഞ്ഞു വണ്ടിയിൽ ഇരുന്നിട്ട്. അപ്പം അമ്മ വിളിച്ചു, മംഗലാപുരെല്ലാം വിട്ടു ട്രെയിന്. ഇനിയിപ്പം ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു. രാവിലെ എണീറ്റ് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിടെ എത്തും. അപ്പം ഇനി ഒരു 10-14 ദിവസം ഞാനും ഏട്ടനും നിച്ചൂട്ടി അച്ഛനും മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടില്. എന്തോ ഒരു വിങ്ങലുണ്ട്, മനസ്സിലൊരു അങ്കലാപ്പുണ്ട്. പക്ഷെ സാറില്ല, അമ്മ ഹാപ്പി ആയിട്ട് പോയിട്ട് വരട്ടെ. പോയിട്ട് എൻജോയ് ചെയ്യട്ടെ രണ്ടാളും കൂടിയിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ മുതൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ അമ്മക്ക് എല്ലാവരുടെയും വക ഹാപ്പി ജേർണി പറയണേ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.